ദുബായിയുടെ ചരിത്രയാത്രയുടെ ഭാഗമാവാൻ പോവുകയാണ് നമ്മളും. ഇത്തിഹാദ് റെയിലിന്റെ ആദ്യ യാത്ര, അബുദാബിയിൽ നിന്നും ഫുജൈറയിലേക്കുള്ള ആദ്യ യാത്ര. ഇന്ന് രാവിലെ ഫുജൈറയിൽ നിന്നും അബുദാബിയിലേക്കുള്ള ആദ്യ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അബുദാബിയിൽ നിന്നും ഫുജൈറയിലേക്കുള്ള ആദ്യ യാത്രയിൽ പങ്കെടുക്കുന്ന 400 പേരിൽ ഒരാളാവാൻ വേണ്ടി നമ്മളും യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഇത്തിഹാദ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തിഹാദ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ നമ്മൾ ഓൺ ഡ്രൈവ് ചെയ്ത് പോവാം, അതേ ബസ്സിലേക്ക് പോവാം. അതേപോലെ അവരെ സെൽഫ് സർവീസ് ഉണ്ട്. അവർ നമ്മൾ ഒരുപാട്, ഞാനവിടെ ട്രെയിൻ ടിക്കറ്റിൽ തന്നെ നമ്മൾ അവരെ പിക്കപ്പ് ബസ് ഞാൻ ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ ചില കാരണങ്ങളാൽ ഞാൻ ബസ്സിൽ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കോർണേഷനിൽ നിന്ന്, നമ്മളിപ്പോൾ അബുദാബി സിറ്റിയിൽ നിന്നാണ് വരുന്നത്, കോർണേഷനിൽ നിന്നും അവരുടെ ബസ്സിൽ നേരെ ഇത്തിഹാദ് എയർലൈൻസിലേക്ക്, ഇത്തിഹാദ് റെയിലിലേക്ക് എത്താം. അതേപോലെ അഡ്നക്കിൽ നിന്ന് അവരെ ഷട്ടിൽ ബസ് ഉണ്ട്. തിരിച്ചും നമുക്ക് ഡ്രോപ്പ് ഓഫിനും അവരെ ബസ് ഉപയോഗിക്കാം. അഡീഷണൽ ചാർജ് 10 ദിർഹംസ് ആണ് വരുന്നത്. ടിക്കറ്റിന് 55 ആണ് വരുന്നത്. നോർമലി VIP ആണെങ്കിൽ 120 ആണ് വരുന്നത്. ഇതിപ്പോൾ ഡിസ്കൗണ്ട് പ്രൈസ് ആണ്, ഭാവിയിൽ കൂടാൻ ചാൻസ് ഉണ്ട്. 110 നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, എന്തായാലും ട്രെയിനിലെ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും ട്രെയിനിലേക്ക് പോകാം. താങ്ക് യു. അതിവിശാലമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. സ്റ്റേഷന്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റിൽ നമ്മൾ സ്റ്റേഷൻ മുതൽ ഫുജൈറ സ്റ്റേഷൻ വരെയാണ് ഇവരെ പ്ലാൻ ചെയ്തത്. വളരെ നല്ലൊരു ആംബിയൻസ് നൽകുന്ന അൽദാന സ്റ്റേഷൻ, അൽമിർഫ സ്റ്റേഷൻ, മദീന സയ്യിദ്, അതേപോലെ തന്നെ ഇന്റീരിയർ ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ലീവ സ്റ്റേഷൻ, അബുദാബി, 5 കോച്ചുകളാണ് ഇത്തിഹാദ് റെയിൽവേ സ്റ്റേഷൻ. ഷാർജ യൂണിവേഴ്സിറ്റി സ്റ്റേഷൻ, കംഫർട്ടായിട്ട് 4 കോച്ചുകളാണ്. ഇത്രയും സ്റ്റേഷനുകൾ ഭാവിയിൽ കോച്ചിനാണ് നമ്മൾ പറഞ്ഞത്. സെപ്റ്റംബർ 30 നമ്മുടെ ദെയ്ദ് സ്റ്റേഷനും ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇപ്പോൾ 55 വരുന്നത്. ഡിസംബർ 30 കൂടി പ്രീമിയം ആണുള്ളത്. പ്രീമിയം 120 ആണ് ഇപ്പോൾ പ്രൈസ് ചെയ്യുന്നത്. രണ്ടിലും മറ്റു എല്ലാ സ്റ്റേഷനുകളും ടീ, കോഫി, സ്നാക്സ് എല്ലാം ഫ്രീ ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ വിശാലമായ ടോയ്ലറ്റ്, ലഗേജ് ഏരിയ, വൈഫൈ സൗകര്യം, അതേപോലെ ചാർജർ, അതേപോലെ മൾട്ടി പിന്ന്, ഈ സി ടൈപ്പ്. നമ്മളിപ്പോൾ ഇത്തിഹാദ് സ്റ്റേഷനിലെത്തി. നമ്മൾ ആഘോഷത്തിൻ്റെ ഒരു കൊടിപൂരം തന്നെയാണ്. എല്ലാവിധ ആഘോഷങ്ങളും, കൾച്ചറൽ, പിന്നെ ഡാൻസ്, അതേപോലെ മറ്റ് കാര്യങ്ങൾ, ആഘോഷങ്ങൾ, ഇങ്ങനൊരു ആഘോഷം തന്നെയാണ്. അതിൻ്റെ ഇടയിൽ അവർ നമ്മുടെ ഗസ്റ്റിനൊക്കെ നമ്മൾ കോംപ്ലിമെൻ്റ് അവരെ ബ്രേക്ക്ഫാസ്റ്റ്, ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു ഇത്തിഹാദ്. അപ്പോൾ നമ്മളിവിടെ ആഘോഷത്തിൻ്റെ കൂടെ നമ്മൾ വളരെ എക്സൈറ്റ്മെൻ്റാണ്. നമ്മുടെ ട്രെയിൻ റെഡിയാണ്. ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ട്രെയിനിലേക്ക്. നമ്മുടെ കോച്ച് 515 നമ്മുടെ കോച്ച് 5 ആണ്. അപ്പോൾ നമ്മുടെ ഈ സൈഡിൽ വളരെ എൻജോയ്മെൻ്റായിട്ട്, വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അടിപൊളിയാണ്. നമ്മുടെ ഇത്തിഹാദ് റെയിലാണ്. നമ്മുടെ സൂപ്പർ ഡ്രീം, ഡിസൈഡ് ഡ്രീം ഫസ്റ്റ് ടൈം. വാവ്, നമ്മളങ്ങനെ ആദ്യമായി ഇത്തിഹാദ് റെയിലിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഈ സ്ലൈഡ് ഡോർ ഒന്ന് ടച്ച് ചെയ്ത് നമ്മൾ തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച, ഇതൊരു ഫ്ലൈറ്റ് തന്നെയാണ്, ട്രെയിനല്ല, ഇത് ഫ്ലൈറ്റാണ് ഗൈസ്. നമ്മളിപ്പോൾ ഇത്തിഹാദ് റെയിലാണുള്ളത്. ഇത്തിഹാദ് റെയിലിൻ്റെ നോർമൽ കോച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതേപോലെ ഒരു കോച്ച്, ഈ കോച്ചിൽ വരുന്നത് ടിക്കറ്റ് 55 ദിർഹംസാണ്. ഇപ്പോൾ 50% ഓഫറിലാണ് ഇപ്പോൾ സെല് ചെയ്യുന്നത്. എപ്പോഴാണ് ഇവർ കൂട്ടാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഇത്തിഹാദിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ പോയിട്ട് എങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. അബുദാബി ടു ഫുജൈറയാണ്. ഇപ്പോൾ ഫുജൈറ ടു അബുദാബി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ സെപ്റ്റംബർ 30 കൂടി ദുബായ് ആൻഡ് ഷാർജ ഓപ്പൺ ആകുന്നതായിരിക്കും, ഡേറ്റ് ഓപ്പൺ ആകുന്നതായിരിക്കും. ഷാർജയും മറ്റ് സ്റ്റേഷനുകളൊക്കെ ഡിസംബർ 30 കൂടിയാണ് ഓപ്പൺ ആകുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാനൊക്കെ വളരെ ഈസിയാണ്. അതിൻ്റെ കൂടി അബുദാബിയിലുള്ളവരാണെങ്കിൽ നമുക്ക് അവർക്ക് ഷട്ടിൽ സർവീസും കൂടി ഉണ്ട്. ഷട്ടിൽ സർവീസ് വരുന്നത് കോർണേഷനിൽ നിന്ന് അഡ്നോക്കിൻ്റെ ക്വാർട്ടേഴ്സിൽ നിന്നാണ് ഒരു ബസ് വരുന്നത്. അത് രാവിലത്തേതാണെങ്കിൽ 1 hour ബിഫോറാണ് അവിടുന്ന് വരുന്നത്. അതിന് അഡീഷണൽ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ചാർജ് ചെയ്യും. അതേപോലെ റീം മാളിന് ഷട്ടിൽ സർവീസ് ഉണ്ട്.
അഡ്നെക്കിൻ്റെ ഓഫീസിൻ്റെ അടുത്തുനിന്നും, അതായത് ഇത്തിഹാദിൻ്റെ മെയിൻ ഓഫീസിൻ്റെ അടുത്തുനിന്നും ഷട്ടിൽ സർവീസ് ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ബസ്സിൽ കയറി തിരിച്ചു തരാം. ഇപ്പോൾ മുസഫയിൽ നമ്മുടെ സ്റ്റേഷൻ്റെ അടുത്തും ഇവിടെയും സ്റ്റേഷൻ്റെ ഉള്ളിലും പാർക്കിംഗ് ഉണ്ട്, നമ്മൾ പുറത്തും പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം. അതൊക്കെയാണ് ഇപ്പോൾ ടിക്കറ്റ് എടുക്കുന്നതിന് പറ്റുന്ന കാര്യങ്ങൾ. ഗായ്സ്, നമ്മളങ്ങനെ ചരിത്രത്തിലേക്ക് ചലിക്കുകയാണ് ഗായ്സ്. നമ്മുടെ മരുഭൂമിയിലെ തീവണ്ടി ഇതാ ചലിച്ചു തുടങ്ങിയിരിക്കുന്നു ഗായ്സ്. ഇത്തിഹാദ് റെയിൽ നമ്മളെയും കൊണ്ട് ഇവിടുന്ന് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് പുറത്തേക്ക് കാണാൻ കഴിയുന്നത്. ചലിച്ച ഉടനെ തന്നെ അവർ ഗാവയും ചോക്ലേറ്റും വെള്ളവും ഒക്കെ തന്നെ ആയി എത്തി. ഗാവയും ചോക്ലേറ്റും ഒക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും പുറത്തെ കാഴ്ചകൾ നോക്കാൻ സമയമില്ലാതെ തന്നെ അപ്പോഴേക്കും ഫുഡുമായി അവരെത്തി. തികച്ചും സർപ്രൈസ് ആയിരുന്നു. നമ്മളൊരിക്കലും 55-ന് ഫുഡ് നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. അവർ മെൻഷൻ ചെയ്യുന്ന പോലുമില്ല. ഇത് 1 വീക്ക് പ്രൊമോഷനാണ് എന്നാണ് ഇവർ പറയുന്നത്. എൻ്റെ കൂടെ ഇരിക്കുന്നത് നൗഫൽ ബായാണ്. പുള്ളി ട്രാവൽസ് നടത്തുകയാണ് മുസഫയിൽ. അങ്ങനെ പുള്ളിയെയും പരിചയപ്പെടാനായി ഞങ്ങൾ അങ്ങനെ ഒരു സീറ്റിലിരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുഡെത്തി. അദ്ദേഹവും ഞാനും സീസർ സലാഡ് സെലക്ട് ചെയ്തു. അടിപൊളി ഫുഡാണ്. താങ്ക് യു ഇത്തിഹാദ് എയർലൈൻസിൻ്റെ അതേ സ്റ്റൈൽ, എമിറേറ്റ്സ് എയർലൈൻസിൻ്റെയൊക്കെ അതേ സ്റ്റൈലിൽ തന്നെയാണ് ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത്. അപ്പോഴേക്കും നമുക്ക് റൈറ്റ് സൈഡിലൂടെ ഒരു തീവണ്ടി പാഞ്ഞു പോയി. പെട്രോളിയവുമായി സൗദിയിൽ നിന്ന് വരുന്ന മറ്റൊരു തീവണ്ടി. അതേപോലെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇത്തിഹാദ് റെയിലിൻ്റെ ഡിപ്പോയാണ്. വലിയ ഡിപ്പോ. ഇവിടെ ട്രെയിൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. നിർമ്മിച്ച ട്രെയിനുണ്ട്, മറ്റു ഡിസൈനുള്ള ട്രെയിനുകളുണ്ട്, ഒക്കെ നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു കാഴ്ച തന്നെയാണ്. ഇതൊന്നും നമ്മൾ റോട്ടിലൂടെ പോകുന്ന സമയത്ത് നമുക്കിത് കാണാൻ കഴിയില്ല. സ്വീപ്പാക്കാൻ കേട്ടോ. ആദ്യം വെള്ളം, ചോക്ലേറ്റ്, പിന്നെ ഫുഡ്, ചായ, കോഫി, എന്താണല്ലേ. ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ ദുബായിലെത്തി. ദുബായ് യാലി സ്റ്റേഷനിലേക്ക് പോകുന്ന ജംഗ്ഷനാണ് നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ കഴിയുന്നത്. ഈ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോയാൽ നമുക്ക് ദുബായ് സ്റ്റേഷനിലേക്ക് എത്താം. ഫ്യൂച്ചറിൽ സെപ്റ്റംബർ 30 നമുക്ക് ദുബായ് സ്റ്റേഷനിൽ നിന്നും പുറപ്പെടാം. ദുബായ് കഴിഞ്ഞ് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ട്രെയിൻ ദെയ്ദ് പ്രദേശത്തും കഴിഞ്ഞു പോവുകയാണ്. നമ്മൾ ഫുജൈറയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. മലകളും താഴ്വാരങ്ങളും പച്ചപ്പുകളും ഒട്ടകങ്ങളും ഒക്കെ, നിരവധി ഫാമുകളും നമുക്കിവിടെ കാണാൻ കഴിയും. നിരവധി ഫാക്ടറികൾ കഴിഞ്ഞുപോയി. കുന്നുകൂടി കിടക്കുന്ന മലനിരകൾ, ആഹാ. നിരവധി ടണലുകളാണ് ഇനി അങ്ങോട്ട് നമുക്ക് പാസ് ചെയ്യാനുള്ളത്.
നിരവധി തവണ ഫുജൈറയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു കാഴ്ച ആദ്യമായിട്ടാണ്. ട്രെയിനിൽ നിന്നും ഫുജൈറയെ മുഴുവനായും നമുക്ക് കാണാം. കടലും കടലിനോട് ചേർന്ന് കിടക്കുന്ന ബിൽഡിങ്ങുകളും ഫുജൈറ ടൗണും ഫുജൈറ ഗ്രാമവും പള്ളിയും വീടുകളും റോഡുകളും വണ്ടികളും എല്ലാം തന്നെ നമുക്കൊറ്റ കുടക്കീയിൽ ഒറ്റ കാഴ്ചയിൽ തന്നെ കാണുന്ന ഈ മനോഹരമായ ഒരു ഗൾഫിൻ്റെ കാഴ്ച മാഞ്ഞുപോയ പണ്ടത്തെ ഏതോ ചിത്രങ്ങളെ പോലെ നമുക്ക് റിയലായി നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഫുജൈറ എന്ന നഗരത്തിൻ്റെ കാഴ്ച അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഈ ട്രെയിനിൽ നിന്നും വീക്ഷിക്കാൻ കഴിയുന്നത്. നമ്മുടെ ട്രെയിൻ മെല്ലെ മെല്ലെ ഫുജൈറയിലേക്ക് നമ്മുടെ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. Use the bins provided for any waste. When leaving the train, please take care of stepping into the platform, mind the speed. ഗൈസ്, അങ്ങനെ ആദ്യമായി നമ്മൾ ഇത്തിഹാദ് റെയിലിൽ അബുദാബിയിൽ നിന്നും ഫുജൈറയുടെ മണ്ണിൽ ചവിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ ഗൈസ്. ഈ ട്രെയിനിലാണ് നമ്മൾ വന്നത്. നമുക്കിന്ന് വൈകിട്ട് 5 മണിക്ക് ഇവിടുന്ന് തിരിച്ചു പോകണം. അബുദാബിയേക്കാൾ ഉഷാറാണ് ഫുജൈറയുടെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാതെ വയ്യ. അതിമനോഹരമായ സെറ്റിങ്സ്, അതിവിശാലമായ സൗകര്യങ്ങൾ. ഇവിടെയും ആഘോഷങ്ങൾക്കൊരു കുറവുമില്ല. എല്ലാവരും ആഘോഷത്തിലാണ്. അബുദാബിയിലെ ഒരാളാണെങ്കിൽ ട്രഡീഷണലായി അങ്ങനെ ഫുജൈറയിൽ നിന്ന് യാത്ര പറയുകയാണ്. ഫുജൈറയിൽ നിന്നും അബുദാബിയിലേക്ക് അടുത്ത യാത്ര. അപ്പോൾ ട്രെയിൻ റെഡിയാണ്, ബോർഡിംഗ് തുടങ്ങി, എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നിപ്പോൾ പോകുന്നത് നമ്മുടെ കോച്ച് 3യിലാണ്, സീറ്റ് നമ്പർ 16 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഫുജൈറയിൽ നിന്നും അബുദാബിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ പുറത്തേക്ക് അയച്ചത്. അതിൻ്റെ ചോക്ലേറ്റ് വന്നിട്ടുണ്ട്, ഡാർക്ക് ചോക്ലേറ്റ്, ഒരു വൈറ്റ് ചോക്ലേറ്റ് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കിട്ടിയതാണ്. ഇതെന്നാണ് കോംപ്ലിമെൻ്ററി ആയിട്ട് വരും. താങ്ക് യു. ഈ ട്രെയിനിൽ നോക്കുകയാണെങ്കിൽ കൂടുതലും മലയാളികൾ, അറബികൾ തന്നെ ചോദിക്കുന്നുണ്ട്. നല്ല ഇന്ത്യക്കാരനാണ്, നമ്മൾ ഇന്ത്യക്കാരാണ്. നേരത്തെ അബുദാബി ഇതൊക്കെ ഓക്കെ നമ്മളോട് സംസാരിക്കും. നമുക്കൊരു അഭിമാനം തന്നെയാണ്. നമ്മൾ തന്നെയാണ് മുന്നിലുള്ളത്. എല്ലാത്തിനും മുന്നിൽ നമ്മൾ തന്നെയാണല്ലോ. അതേപോലെ ഇത് നമുക്ക് സ്റ്റേഷനിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്ന ബറാക്കത്തിൻ്റെ നല്ല വാല്യുബിൾ ആയിട്ടുള്ള ജ്യൂസ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ 9 ദിർഹം 10 ദിർഹംസ് റേറ്റ് വരുന്നത്.
കിട്ടിയ ഫുഡ് എന്ന് പറഞ്ഞാൽ സാൻഡ്വിച്ച്, ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ട്, അതേപോലെ സലാഡ്. നമ്മുടെ സലാഡ് എടുത്ത് വയറ് നിറഞ്ഞു പോയി. ഇപ്പോൾ ഫുഡ് വന്നാൽ കഴിക്കേണ്ട ആവശ്യമില്ല, അത്രയും നല്ല ഹെവി ഫുഡാണ്. അത് മനോഹരമാണ്. നമ്മൾ നിരവധി തവണ ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് ഫുജൈറ വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല ഒരിക്കലും. പിന്നെ പല വഴിയിലൂടെ നമ്മൾ വരും, എന്നാലും അതിൽ കൂടുതൽ നമുക്ക് വളരെ ഒരു റിലാക്സായിട്ട് എമിറേറ്റ്സിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് സഞ്ചരിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇത്തിഹാദ് റെയിൽ. അഭിമാനം തോന്നുന്നു നമുക്ക് ആദ്യമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. ഇത് വളരെ മുമ്പേ ഉള്ള ഡ്രീമാണ്. അവരുടെ റെയിൽ പദ്ധതി തുടങ്ങുന്ന അന്ന് കേട്ട സമയത്ത് തന്നെ അതിലൊന്ന് ട്രാവൽ ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അതേപോലെ അൽഹംദുലില്ലാഹ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ദുബായിലെത്തി. ഫുജൈറയിൽ നിന്ന് 45 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ദുബായിലെത്തി. ഇവിടുന്ന് 1 hour കൊണ്ട് നമുക്ക് അബുദാബിയിലെത്താൻ പറ്റും. അടിപൊളിയാണ് ഈ സൺസെറ്റ് ടൈം, നല്ല അടിപൊളി സീനറിയാണ്. നമ്മളിപ്പോൾ 611, അതായത് എമിറേറ്റ്സ് റോഡ് 611 സൈഡിൽ കൂടിയാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. 611 സൈഡിൽ കൂടെ തന്നെയാണ് ദുബായിലേക്ക് എത്തുമ്പോൾ വരുന്നത്. പിന്നെ DWC എയർപോർട്ട്, സ്പോർട്സ് സിറ്റി, അൽഫയിലാണ് നമ്മൾ ദുബായ് സ്റ്റേഷൻ. ഫ്യൂച്ചറിൽ 2030 ബിഗ് എയർപോർട്ട് ചാലാവുന്ന സമയത്ത് DWC ഒരു അവിടെ സ്റ്റോപ്പ് ഉണ്ടാവും. എന്നാലും ദൈത്തും ദുബായിൻ്റെ സ്റ്റോപ്പ് സെപ്റ്റംബർ 30 നമുക്ക് ഇനാഗ്രേഷൻ ഉണ്ടാവും. നല്ലൊരു വിപ്ലവം തന്നെയായിരിക്കും. ട്രാവൽ ചെയ്യുന്നത് നമ്മുടെ തൃശ്ശൂർക്കാരനായേക്കാണ്. അപ്പോൾ നമ്മളെ ചാനലിൻ്റെ പേരെന്താ പറഞ്ഞത്? റോം വിത്ത് റോമിയോ. ഇൻസ്റ്റ യൂട്യൂബിലുണ്ട്. യൂട്യൂബ് ഉണ്ടല്ലേ? മെയിനായിട്ട് ട്രാവലിംഗ് വീഡിയോ. മെയിൻലി ട്രാവലിംഗ്. വീട്ടിൽ നിന്ന് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ടൈം പാസ് ഒക്കെ
വർക്കിംഗ് ഡേ ആണല്ലോ, ആൾക്കാർക്ക് ലീവ് കിട്ടാൻ പ്രയാസമായിരിക്കും. അതെ അതെ. അല്ലാതെ വീക്കെൻഡിൽ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് അങ്ങനെ ഫ്രണ്ട്സായിട്ടൊക്കെ അങ്ങനെ പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലോക്കൽ വീഡിയോസ് ഒക്കെ ചെയ്യലുണ്ട്. ഞാൻ ലോക്കൽ ഫുഡ് ഉണ്ടോ? ഫുഡൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതര എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ചെയ്യും. അതല്ലെങ്കിൽ പൊതുവേ ഇങ്ങനെ പോകുന്ന ട്രാവൽ, ഇപ്പോൾ ഞാനും വൈഫ് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഞാനും ഫ്രണ്ട്സായിട്ട് പോകുന്നത് അതൊക്കെ ഡെയിലി വ്ളോഗ് അല്ലേ? ക്യാപ്ചർ ചെയ്യാൻ എനിക്ക് തോന്നുന്നു അതാണ്. സ്റ്റേഷൻ അല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട്? അതെ അതെ അതെ, അത് യാലി സ്ട്രീറ്റ് ആണ്. യാലി സ്ട്രീറ്റ് കഴിഞ്ഞപാട് പിന്നെ റൈറ്റിലേക്ക് പോവുക. സ്റ്റേഷൻ ദുബായിൻ്റെ സ്റ്റേഷൻ. അപ്പോൾ പുള്ളി എല്ലാവരും പിന്നെ പുള്ളിയുടെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സപ്പോർട്ട് ചെയ്യുക. പ്രവാസികളുടെ ഒരു എന്റർടൈൻമെന്റ് ആണ്. അതെ അതെ, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു ജോലിന്റെ ഇടയിലുള്ള ഒരു ചെറിയൊരു അതെ അതെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള ഒരു കാര്യങ്ങളും കൂടിയാണ് ഇതൊക്കെ. അതെ അതെ, മറ്റുള്ളവർക്ക് നമ്മുടെ വീഡിയോസ് ഹെൽപ്പ് ആവും. അതെ. ഓക്കെ, എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം. വളരെയധികം സന്തോഷം, വളരെയധികം സന്തോഷം. ഇത്തിഹാദിന്റെ സൽക്കാരം തീരുന്നില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബ്രോ. Courtesy to others, please keep noise to a minimum. നമ്മളങ്ങനെ അബുദാബിയിലെത്താനായി. അടിപൊളി യാത്രയായിരുന്നു. ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് റെയിലിൻ്റെ യാത്ര അതിമനോഹരമായിരുന്നു. മാക്സിമം നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോമിയോനെ മറക്കണ്ട, റോമിയോൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അടുത്ത വീഡിയോ ആയിരിക്കും. എല്ലാവരും ഇത്തിഹാദ് റെയിൽ എക്സ്പീരിയൻസ് ചെയ്യുക, നമ്മുടെ പ്രവാസികൾ. അപ്പോൾ നമ്മളൊക്കെ തന്നെയാണ് ഇത് വിജയിപ്പിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുക. അടിപൊളി യാത്രയാണ്. നിരവധി കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ട് തന്നെ ഉണ്ടാവും. നമുക്ക് ഇതെപ്പോഴും അങ്ങനെ കണ്ടിട്ടുണ്ടാവും. ചളി, വെള്ളം, ചതുപ്പ് നിലം തന്നെയാണ്. നമുക്ക് റോഡിലൊന്നും പോയാൽ കാണാൻ പറ്റില്ല. സാധാരണ അബുദാബി ദുബായ് റൂട്ടിലൊന്നും ഇല്ല, ലാൻഡ്സ്കേപ്പിലൊന്നും കാണാനേ പറ്റില്ല. നമ്മൾ ഹൈ സ്പീഡിൽ പോവുകയും ചെയ്യാൻ നമുക്ക് നോക്കാനോ പറ്റില്ല. നമുക്കിപ്പം വ്യൂ അല്ലേ, ഗ്ലാസ് വ്യൂ. വണ്ടി പിടിക്കുമ്പോൾ ഡ്രൈവർക്ക് വേറെ ഒന്നും നോക്കാനും പറ്റില്ലല്ലോ. ഇതിപ്പോ എല്ലാവർക്കും ആസ്വദിച്ച് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. യാത്രയിൽ അടിപൊളി സംഭവമാണ്. താങ്ക് യു സോ മച്ച്.
നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഏകദേശം താങ്ക് യു. ബൈ ബൈ.